പെറ്റണീച്ച പെങ്കൊച്ചിന്റെ പുറം അടിച്ച് പൊള്ളിച്ചവരായി. കുട്ടിമണിയെ നോവിക്കുന്നവർക്കെതിരെ ശക്തമായ മറുപടിയുമായി സുഭദ്ര വയലോരം വീട്ടിൽ വരുന്നു. വയലോരം വീട്ടിലെത്തുന്ന പൂക്കോടിയുടെ മകൾ അരുന്ധതിയെ കുട്ടിമണി കടിക്കുന്നു. ഇന്ദുവിന് കൊടുക്കാനുള്ള പണം 3 ദിവസത്തിനകം കൊടുക്കണമെന്ന് ഇന്ദുവിന്റെ മുത്തച്ഛൻ. കുട്ടിമണിയെ ആശ്വസിപ്പിക്കാൻ മയിൽ വയലോരം വീട്ടിൽ വരുന്നു. തുടർന്ന് കാണുക. അമ്മേ, മനസ്സിലായോ? ഇതാ തമിഴ്നാട്ടിൽ നിന്ന് പറന്നു വന്ന മയില്. കൂടെയുള്ളത് കള്ളനായിരിക്കും. അത് പിന്നെ അങ്ങനല്ലേ വരൂ, ചേരേണ്ടതല്ലേ ചേരൂ. നിനക്കെന്താടി കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ ഈ വീട്ടിൽ വന്നതേ ഇവിടുത്തെ സീതക്കായുടെ കുഞ്ഞിനെ കാണാനും കുട്ടിമണിയെ കാണാനുമാ. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കണ്ടിട്ടൊരു കാര്യവുമില്ല, എനിക്ക് നിങ്ങളെ പരിചയവും ഇല്ല. മൈലമ്മ, ഇതാണ് പുതിയ ഇറക്കുമതികൾ, നമ്മുടെ സീതയുടെ ബന്ധുക്കളാ. ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിജമ്പായി പറഞ്ഞിരുന്നു അരുന്ധതിയെ പറ്റി. 10ാം ക്ലാസ്സിൽ 10 കൊല്ലം പഠിച്ച ഒരാൾ ഇവിടെ വന്ന് നിൽപ്പുണ്ടെന്ന്. നിനക്ക് എന്തിന്റെ കേടായത്? മതികളാക്കാടെ പ്രേതം നിന്റെ ദേഹത്ത് കയറിയോ? വീട്ടിൽ വരുന്നവരോടെല്ലാം വഴക്കുണ്ടാക്കുന്നത്? ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ രണ്ടാളുടെ മുഖം കാണാനല്ല. ചിലരുടെ മുഖം കാണുമ്പോ എന്തെങ്കിലും പറയാനങ്ങ് തോന്നും, നാക്ക് തരിക്കും. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അത് പല്ല് പൊളിക്കുന്ന എന്റെ കുഴപ്പാ. 1-2 കൊള്ളുമ്പോ അതങ്ങ് മാറിക്കോളും. ഞങ്ങളുടെ വീട്ടിൽ കയറുന്നത് എന്റെ കൊച്ചിനെ തല്ലുമെന്ന് പറയാറായോ? അമ്മാ, നീങ്ക ഓവറായിട്ട് പേസാതിങ്ങ. എനിക്ക് കുട്ടിമണിയെ ഒന്ന് കാണണം, കുഞ്ഞിനെയും ഒന്ന് കാണണം. ഞങ്ങളുടെ കുഞ്ഞിനെ തമിഴത്ത് കാണേണ്ട കാര്യമില്ല. അതെ അതെ, കണ്ണ് വെച്ചിട്ട് പോവും. അതുകൊണ്ട് കാണണ്ട. പോരെങ്കിൽ കൂടെ കള്ളനും. മുറിക്കാത്തേ കൊച്ചിന് ചടങ്ങിനിടാനുള്ള പൊന്നോ പൊട്ടോ ഒക്കെ കാണും. തരം കിട്ടി അത് എടുത്തോണ്ടങ്ങ് പോവും. ചിലപ്പോ കുഞ്ഞിനെ തന്നെ കട്ടോണ്ട് പോയിക്കളയും. എന്റെ പൊന്നു പെങ്ങളെ, ഒരു പൊടിക്കൊച്ചിന്റെ ചടങ്ങിന് വെച്ചിരിക്കുന്ന ഒരൽപ്പം പൊന്നു മോഷ്ടിച്ച് വിറ്റ് ജീവിക്കേണ്ട ഗതികേട് ഈ പിച്ചളക്കില്ല. മയിലമ്മ കുട്ടിമണിയുടെ അടുത്തേക്ക് അത് കഴിഞ്ഞ് കുഞ്ഞിനെ കാണും. ഇവർക്ക് കൊടുക്കാനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. 2 പേരും വാക്കുകൾ കൊണ്ട് പോരാടാൻ നല്ല മിടുക്കര. അതുകൊണ്ട് നല്ല ചർച്ചയായിരിക്കും, അല്ല പെങ്ങളെ? കുട്ടിമണിയെ കണ്ടിട്ടേ അതുവഴി അങ്ങ് പോയാ മതി. വെറുതെ കുഞ്ഞിനെ കണ്ട് കണ്ണു വെക്കാൻ വരണ്ട. നീയും ഞാനും തമ്മില് ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. മതികളോട് പോയി ചോദിച്ചാ മതി, പറഞ്ഞു തരും. കുഞ്ഞിനെ കാണാനാണ് ഞാൻ വന്നതെങ്കിൽ കുഞ്ഞിനെ കാണും. അത് വേണ്ടെന്ന് സീതയ്ക്കോ ബാലനോ പറയട്ടെ. കേട്ടോ? കേട്ടോടി ഇന്നലെ വന്നു കയറിയ സംബന്ധക്കാരി. വാണേ കുഞ്ഞാനിയെ ദാന്റെ കിളിയെ കണ്ടോ? എത്ര കിളിയുണ്ടെന്ന് നിനച്ചറിയാവോ? 9-10 കിളിയുണ്ട്. ഈ കിളി ഉണ്ടല്ലോ, ഈ കിളിച്ച് നമുക്ക് എന്തൊക്കെ കൊക്കാൻ അറിയാവോ? അമ്മ മയിലേന്ന് വിളിച്ച് അടുത്ത് വന്നിട്ട് കണ്ട പാടെ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുവാണ്. കുട്ടിമണിക്കിപ്പം കിങ്ങിണിപ്പാവയോടൊപ്പം കളിക്കാനായിട്ട് വലിയ ഇഷ്ടം തോന്നിയിരിക്കുക. അപ്പുറത്ത് കുഞ്ഞുമാവയോടും വലിയ വഴക്കില്ലെന്നാ തോന്നുന്നത്. കുട്ടിമണിക്ക് അല്ലെങ്കിലും ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ? കുട്ടിമണിക്ക് എല്ലാരോടും സ്നേഹം തന്നെ. പിന്നെ കുട്ടിമണിക്ക് വലിയൊരു സങ്കടം ഉണ്ടായപ്പോ സ്വാഭാവികല്ലേ, ചുറ്റുമുള്ളവരോടെല്ലാം ആർക്കായാലും ദേഷ്യം തോന്നും. അത്രയല്ലേ ഉള്ളൂ കുട്ടിമണി. ആഹാ, സുന്ദരിയാക്കിയല്ലോ കിങ്ങിണിപ്പാവേ. എനിക്ക് ഈ പാവക്കുട്ടിയല്ലേ ഒരുക്കാനുള്ളൂ, കുഞ്ഞാവയില്ലല്ലോ. കുട്ടിമണി വിഷമിക്കണ്ട. കുട്ടിമണിക്ക് ഒരു പുത്തൻ കുഞ്ഞാവയെ ദൈവം തരും. അല്ലാതെ വേറൊരു കുഞ്ഞാവേ ഉണ്ടല്ലോ. കുട്ടിമണിക്ക് അതിനെ കളിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാലോ. അതിന് ആ കുഞ്ഞാവെ എനിക്ക് ആരും തരത്തില്ല. ഞാൻ കടിച്ചെന്നും പറഞ്ഞ് ചുമ്മാതെ എന്നാലും വഴക്കും ഉണ്ടാക്കി. കുട്ടിമണി അല്ല കടിച്ചതെന്നാ കുട്ടിമണി പറയുന്നത്. എനിക്കും തോന്നിയതാ. പിന്നെ അതൊക്കെ കഴിഞ്ഞില്ലേ. കുഞ്ഞാവയൊക്കെ വല്യേച്ചി കുട്ടിമണിക്ക് തരും. കുട്ടിമണി ആദ്യം കുഞ്ഞാവയെ എടുക്കാനൊക്കെ എന്ന് പഠിച്ച് ഒരുക്കാനൊക്കെ എന്ന് പഠിച്ച് മിടുക്കിയാവണം. അതിനുശേഷം കുഞ്ഞാവയെ തരും. അമ്മ മയില് സീതക്കയോട് പറയാം, കേട്ടോ? എനിക്ക് ഒരാളെ ഒന്ന് കാണാനുണ്ട്. ഇതുവരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അമ്മ മയില അടുത്ത തവണ വരുമ്പോ ഇതിനേക്കാളും സന്തോഷായിട്ടും മിടുക്കിയായിട്ടും ഇരിക്കണം.
പറഞ്ഞത് മനസ്സിലായല്ലോ? ആ. കുട്ടിമണിക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ മനസ്സിച്ചേണ്ട. കുട്ടിമണി മാറും, ഉറപ്പായിട്ടും മാറും. നോക്കിക്കോ. സീതക്കാട് കുഞ്ഞിനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും കുട്ടിമണി കൊണ്ട് നടക്കും. കുട്ടിമണി പഴയ കുട്ടിമണിയാവും. എല്ലാം തിരിച്ചു വരും. അല്ല, ആരെ കാണാനാ പോകുന്നെന്ന് പറഞ്ഞു? ആ, അതൊക്കെ ഉണ്ട്. ഒരു ചിന്ന മാറ്റർ. കുട്ടു, മനുഷ്യ ഈ കിങ്ങിണി പാവച്ച് അല്ലല്ല ഈ കുഞ്ഞുമണിച്ച് പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചു തരോ? ആ, പുതിയ ഉടുപ്പൊക്കെ വാങ്ങിക്കാം. എന്റെ കുട്ടിമണി എപ്പോഴും സന്തോഷവതിയായിരിക്കണം. അതാ മനസ്സിന് ഇഷ്ടം. പിന്നെയും വന്നോ? വയസ്സിനും വയസ്സൊന്നും വന്നില്ലേ? വയസ്സിനും വയസ്സിയോ? അമ്മ പെരിയപ്പ. അത് നിനക്ക്, എനിക്കല്ലല്ലോ. എല്ലാവർക്കും വയസ്സാവും. അല്ലാതെ മതികളാക്ക എല്ലാ കാലത്തും ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി തേച്ച് മിനിക്ക് സുന്ദരിയാവാന്നാണോ കരുതുന്നത്? എനിക്ക് പ്രായമാവുമ്പോ ഞാൻ ആയിക്കോളാം. നീ പോടി എവിടുന്നു. നീ എന്തിനാ എന്നെ വന്ന് നോക്കി നിൽക്കുന്നത്? പിന്നിൽ നിന്ന് കുത്താനായിരുന്നോ ഉദ്ദേശം? പിന്നീന്ന് കുത്തുന്ന സ്വഭാവം എനിക്കില്ല. അതാർക്കാണെന്ന് നന്നായിട്ട് അറിയാം. എവിടെ നിന്റെ മുറച്ചെറുക്കന്മാര്? കാണാനേ ഇല്ലല്ലോ. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോ ഒളിച്ചോ? അക്ക എന്താ കരുതിയത്? ഇവിടുത്തെ അമ്മയുടെ മർഡർ കേസ് അങ്ങ് ഒതുങ്ങി പോവുന്നോ? അന്വേഷണം അതിഗംഭീരായി നടക്കുന്നുണ്ട് കേട്ടോ. ഗംഭീരായിട്ട്. അക്ക പിടിക്കപ്പെടുകയും ചെയ്യും. അതിൽ വല്ല സംശയമുണ്ടോ? ഞാൻ പിടിക്കപ്പെടത്തില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയും നിനക്ക് വേണ്ട. അത്ര ഉയരത്തിലുള്ളവരുമായിട്ടാ ഞങ്ങളുടെ പിടി. ഓ, ഉയരത്തിൽ നിന്ന് പിടിവിട്ട നേരെ താഴോട്ട് തന്നെ വന്ന് വീടില്ലേ? നീ നോക്കിക്കോ, ഇനി ദിവസങ്ങളേ ഉള്ളൂ മതികലയുടെ ഈ തലയെടുപ്പ് തീരാനായിട്ട്. ഏറിയ ഒരു 10 ദിവസം അക്ക കരഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. പിന്നെന്നല്ല, നിന്റെ ബാംഗ്ലൂർ മോർച്ചെറുക്കന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. കുറച്ച് ഞാനും കളക്ട് ചെയ്തു. അവിടുത്തെ ഡ്രഗ് മാഫിയ സംഘങ്ങളും അവരോടൊപ്പം നടത്തിയ സംഘർഷങ്ങളും ഗുണ്ടാലിസ്റ്റിൽ പെടുത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാ അല്ലേ? ഉടൻ തന്നെ വരും കർണാടക പോലീസ്. കർണാടക പോലീസ് അവനെ പൂട്ടിക്കൊണ്ടു പോകും. കേരള പോലീസ് നിന്നെയും പൊക്കും. അങ്ങനെയൊക്കെ അകത്ത് കിടക്കും. അപ്പോ ഞാനൊന്ന് കാണാൻ വരും. ബാക്കി അപ്പുറം പേസലാം. ആ, എന്നാലും അത് വേണ്ടായിരുന്നു. എന്നതാ വില്ലേണ, പപ്പടമാണോ? പപ്പടം അല്ല, അവരവിടെ നിർത്തിയത്. ആരെ? ഓ, നിന്റെ തലയ്ക്കകത്ത് എന്താടി കളിമണ്ണാണോ? ഞാൻ ആരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതിപ്പോ വല്യണ്ണൻ ആരുടെ കാര്യമാണെന്നൊന്നും തെളിച്ചു പറയുന്നില്ലല്ലോ. ചുമ്മാ വാലും തലയില്ലാതെ ഓരോന്ന് പറയും. ഓ, എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യയുടെയും മോളുടെയും കാര്യമാണ്. ശകുന്തളയുടെയും അരുന്ധതയുടെയും. അവരെ വയലൂരം വീട്ടിൽ നിർത്തണ്ടായിരുന്നു. അതിനിപ്പോ എന്താ വല്യണ്ണ? സീതമോൾക്കൊരു സഹായമല്ലേ? സഹായം ഏത് രീതിയിൽ വരുമെന്ന് ദൈവത്തിന് കണ്ടറിയാം. ഓ, അവിടെ അവരെന്ത് കുഴപ്പമുണ്ടാക്കാൻ എന്റെ വല്യണ്ണ? കുഴപ്പമേ ഉണ്ടാക്കൂ. സീതയുടെ ജീവിതത്തിൽ കുറച്ച് സമാധാനം തിരിച്ചു വന്നതാ. അത് മിക്കവാറും ഒറ്റയടിക്കങ്ങ് പോകും. ഓ, അങ്ങനെയൊന്നും വരത്തില്ല. വരാതിരുന്നാ മതി. നാളെ നീ എന്നോട് കരഞ്ഞോണ്ട് പരാതി പറയാൻ വന്നേക്കരുത്. അവരവിടെ നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിലക്കിയതാ. സാരമില്ല വല്യണ്ണ, ഈ ആഴ്ച തന്നെ അവരിങ്ങോട്ട് വരും. വല്യണ്ണൻ ചോറിന്. ആഹാ, തങ്കമായിരുന്നു. ഷൂ വിളി കേട്ടപ്പോ ഞാൻ കരുതി
കൊച്ചാട്ട മൂർഖം പാമ്പാണെന്ന് കരുതി പേടിച്ചു കാണും. പേടിച്ചില്ല, അതിന് ഇത്രയും വിഷമില്ലല്ലോ. എന്താ തങ്കം? കുറച്ച് വെളിച്ചെണ്ണ വേണം, പിന്നെ ഒരു മുറി തേങ്ങായും. നാളെ തരാം. ഓ തരാലോ. കൊച്ചാട്ടന്റെ മോള് വീട്ടിൽ വന്ന് നിൽക്കുവല്ലയോ അരുന്ധതി? ഓ, ഭർത്താവുമായിട്ട് ഏതാണ്ട് കശപിശയാണെന്ന് കേട്ടു. എന്നാര് പറഞ്ഞു? ആറ്റുകടവില് പറയുന്ന കേട്ടു. പെണ്ണുങ്ങളെ ആറ്റിപ്പോകുന്നത് കുളിക്കാനല്ലേ, പരദൂഷണം പറയാനാണോ? അല്ല, കുളിക്കുമ്പോ നാട്ടുകാര്യങ്ങളൊക്കെ പറയാല്ലോ. ആ അതെ അതെ, ശരീരത്തിലെ അഴുക്കലേ ആറ്റിൽ മുങ്ങിയാ പോവുള്ളൂ, മനസ്സിലേത് പോകില്ലല്ലോ. നമ്മുടെ അയൽവക്കത്തൊരു കാര്യം നടന്നാൽ നമ്മൾ അറിയണ്ടേ കൊച്ചേട്ടാ? തങ്കത്തിന്റെ രണ്ടാമത്തെ മോളില്ലേ, സുമതിയുടെ അനിയത്തി സുഗന്ധി, അവളൊരു ആട്ടോറിക്ഷക്കാരനായിട്ട് പ്രേമമാണെന്നോ അലപ്പാണെന്നോ ഒക്കെ കേട്ടു. അല്ലോ അല്ല, ചേട്ടാ. അയൽവക്കത്തെ കാര്യമായതുകൊണ്ട് ചോദിച്ചതാ. വനജാമേ, വെളിച്ചെണ്ണ എടുക്ക്. വാ. ഇന്നാ വാ. എന്നാ പിന്നെ കൊച്ചേട്ടൻ ചോറുണ്ട്. നിറയെ കയറാതെ നോക്കണേ. ഓ, ഈ വല്യണ്ണന്റെ ഒരു നാക്ക്. അല്ല പിന്നെ, സ്വന്തം കണ്ണിലെ കോലവിടെ ഇരിക്കുക, അതെടുക്കാതെ വല്ലവന്റെയും കണ്ണിലെ കരടെടുക്കാൻ വന്നിരിക്കുന്നു. ആ, ശകുന്തള കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു. നീ വിഷമിക്കുന്നു കരുതി ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്നതാ വല്യണ്ണ? ബാലനോടോ സീതയോടോ കുറച്ച് കാശ് ചോദിക്കാൻ. വെറുതെ വേണ്ട, സീതയ്ക്ക് വേണ്ടി നഗലനും ഞാനും ഒക്കെ ചെലവാക്കിയത് ഇങ്ങ് തന്നാ മതിയെന്ന്. ഓ, ഇനി അങ്ങനെ വല്ലതും ബാലനോട് ചോദിക്കുമെന്നാ പേടി. അയ്യോ ദൈവമേ, ബാലനാണെ മൊത്തം കടത്തില. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, പെങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് തല പോയിക്കണ്ട. കാശ് തന്നെ എല്ലായിടത്തും പ്രശ്നം. ആ, എന്തെങ്കിലും വഴി നോക്കാം. ഉള്ളവന്റെ ആവാടപ്പെട്ടിയിൽ ദൈവം പിന്നെയും പിന്നെയും സൗഭാഗ്യം നിറയ്ക്കും, ഇല്ലാത്തവന്റെ പിച്ചച്ചട്ടിയിൽ പിന്നെയും പിന്നെയും ദാരിദ്ര്യവും നിറയ്ക്കും. കുഞ്ഞാനോ ഉറങ്ങിച്ചോ? കുട്ടിമണി എന്തെടുക്കുവാ? ഞാനേ കുഞ്ഞുമണി ഉറക്കുവാ. പിന്നെ വാവച്ച് പാലും കുക്കുവാ. എന്താ? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ വന്നേ? കലാ മാഡം, ഓ, ഞാൻ എത്ര തവണ പറഞ്ഞു അരുന്ധതി എന്നെ മാഡം എന്ന് വിളിക്കരുതെന്ന്. എന്നെ മതിന്ന് വിളിച്ചാ മതി, അല്ലെങ്കിൽ കലയെന്ന്. നമ്മൾ രണ്ടുപേരും ഒരു പ്രായമല്ലേ, അപ്പോ ഈ മാഡം വിളിയും ചേച്ചി വിളിയൊക്കെ വേണോ? എന്നാലും വലിയ വലിയ ആൾക്കാരെ ബഹുമാനിക്കണമെന്നാ അമ്മ പറഞ്ഞേക്കുന്നെ. അത് സാരമില്ല, ഞാൻ വലിയ ആളാണെന്ന് എനിക്കറിയാം. പിന്നെ അരുന്ധതിക്ക് അതിന്റെ ബഹുമാനം എന്നോടുണ്ടെന്നും എനിക്കറിയാം. അതല്ല കുഞ്ഞെ, ഞാൻ ഇവളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. കുഞ്ഞു വലിയ വീട്ടിലെ കൊച്ചല്ലേ, അപ്പോ അതിനും വേണ്ടിയുള്ള ബഹുമാനമൊക്കെ തരണമെന്ന്. കലാ മാഡത്തിന്റെ ഉടുപ്പുകളൊക്കെ കാണുമ്പോ എനിക്കും കൊതിയാവുക. ഞാനും ഇങ്ങനത്തെ കോസ്റ്റ്യൂം ആക്കിയാലോ? നന്നായിരിക്കും. എന്റെ കുറച്ച് ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്, ഞാൻ തരാം അരുന്ധതിക്ക്. അയ്യോ, എനിക്ക് സന്തോഷമായി. കുഞ്ഞാവേ, എന്താ കുഞ്ഞാവേ? എനിക്ക് സന്തോഷമായി. ഞങ്ങളിവിടെ വന്നോന്ന് പറഞ്ഞില്ല, ഭയങ്കര കുഞ്ഞിനെ വളർത്തല. സുന്ദരി പെണ്ണാണോ? ഒരൊറ്റ കുറ്റല്ലോ. മാറി നിന്ന് സംസാരിച്ചാ മതി അവളോട്. അവളുടെ സ്വഭാവം നേരെ അറിഞ്ഞൂടാത്തോണ്ടാ. നീ എപ്പോഴും മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തന്നെ നിൽക്കുവാണോ? ഞാൻ എന്റെ കിങ്ങിനെ ഭാവിച്ച് പാൽ ഒത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടൂലേ? പാൽ ഒഴിക്കുന്നതിന്റെ ഇടയിലാണ് വൈകിന് വരുന്നത്. ഓ, കിങ്ങിണിയെ വളർത്തുവാണോ? ആ, ഞാൻ കിങ്ങിനെ വളർത്തുവാ. ഈ പാവയ്ക്കാണോ പാല് കൊടുത്ത് വളർത്തുന്നേ? ആ, എന്നാ? കുട്ടിമണി, കുട്ടിമണി ചെന്നിട്ട് സീതടുത്തോട് പറ, വല്യേച്ചിയുടെ കുഞ്ഞുവാവ ഇങ്ങോട്ട് തരാൻ, കുട്ടിമണിക്ക് പാല് കൊടുക്കാനായിട്ട്. അല്ലാതെ പാവയ്ക്ക് പാല് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വല്യേച്ചോട് ഞാൻ ചോദിച്ചാ കുഞ്ഞുവാവെ പാല് കൊടുക്കാൻ തരുവോ? തരും, ഉറപ്പായിട്ടും തരും. കുട്ടിമണി പോയി ചോദിച്ചു നോക്ക്. എന്നാ പിന്നെ ഒന്ന് ചോദിച്ചല്ലേ? ആ, ചോദിക്ക്. പാല് കൊടുക്കാനല്ലേ? വല്യേച്ചിയുടെ അടുത്ത് വെച്ച് തന്നെ പാല് കൊടുത്തിട്ട് കുഞ്ഞുവാവെ തിരിച്ചു കൊടുക്കാന്ന് പറയും. അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. കുട്ടിമണി ചെന്ന് ചോദിക്ക്. ആ
അമ്മയുടെ പൊന്നുമോളെ, ചക്കരമുത്തേ, രാജകുമാരിയേ, അമ്മ മോളെ തൊട്ടിൽ കിടത്തട്ടെ, അവിടെ കിടന്നുറങ്ങിക്കോ കേട്ടോ. വല്യച്ചേ, എന്താ കുട്ടിമണി? ഞാൻ അടുത്തോട്ടൊന്ന് വന്നാട്ടെ. ആ വാ. എനിച്ചേ, ഞാനൊരു കാര്യം ചോദിച്ചാനായിട്ട് വന്നയാ. എന്ത് കാര്യവാ? അത് പിന്നെ ഒരു കാര്യം ചോദിച്ചാ വല്യച്ചി സമ്മതിച്ചോ? കാര്യം പറ. പിന്നെ അടേ, എനിക്ക് ഒരു വലിയ ആഗ്രഹം. എന്താഗ്രഹമാ കുട്ടിമണിക്ക്? വലിയൊരു ആഗ്രഹമാ. വല്യച്ചി സമ്മതിച്ചോ? കുട്ടിമണി പറ. എനിക്ക് ഒന്നേ ഈ കുഞ്ഞാവച്ച് പാല് കൊടുക്കണം. ഒന്ന് തരാവോ? കുഞ്ഞുവാവിക്ക് ഞാൻ പാല് കൊടുത്ത് ഉറക്കിയതാ. എനിക്ക് ഒന്ന് പാല് കൊടുക്കാനോ? എന്റെ കുഞ്ഞുവിന് ചത്തില്ല. വേറെ കുഞ്ഞാവല്ലല്ലോ എനിക്ക് പാല് കൊടുക്കാൻ. അപ്പൊ ഈ കുഞ്ഞാവല്ലേ ഉള്ളു ഇവിടെ. എനിക്കൊന്ന് തരുവോ? എനിക്ക് തരുവോ വല്ലേച്ചി കുഞ്ഞാവെ പാല് കൊടുക്കാന്? അല്ലേ, പെണ്ണിന് പൂതി കൊള്ളാലോ. എടി കൊച്ചേ, ഒരു കുഞ്ഞു കുടിക്കേണ്ടത് പെറ്റത്തള്ളയുടെ മുലപ്പാല, അല്ലാതെ കണ്ടവരുടെ അല്ല. മനസ്സിലായോ? സീതയുടെ പാല് കുടിച്ച ഈ കുഞ്ഞു വളരേണ്ടത്, അല്ലാതെ നിന്റെ അല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ പോയി ചോദിച്ചാൻ പറഞ്ഞില്ലേ എന്നോട്? എന്ത് പറഞ്ഞു? ആര് പറഞ്ഞു? അയ്യോ, ആരും ഒന്നും പറഞ്ഞില്ല. അവിടെ മുറ്റത്ത് നിന്നേ അവിടെ ഒരു പാവയും കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു സീതേച്ചിയും കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചാടി കയറി വരുമായിരുന്നു. നീ പോയേ, കൊച്ചിന് പാല് കൊടുക്കാൻ വന്നിരിക്കുന്നു. പെറ്റതള്ളയാ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്. നീ പെറ്റതള്ളയാ, പക്ഷേങ്കിലേ നിന്റെ കുഞ്ഞു ചത്തുപോയി. അയ്യോ, വേണമെങ്കിൽ പോയി കുഴിമാന്തി എടുക്കും. അമ്മായി ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മായി. അല്ലാതെ പിന്നെ അവിടെ ഒരു ആഗ്രഹം പാല് കൊടുക്കാൻ വന്നിരിക്കുന്നു. പോന്നല്ലേ ഇവിടുന്ന്, കുഞ്ഞിനെ ഉറക്കട്ടെ. കുഞ്ഞിന് പാല് കൊടുക്കാൻ വന്നിരിക്കുന്നു. കുട്ടിമണി, വേണ്ട, ഞാൻ ആരോടും കൂട്ടില്ല. കൊച്ചേച്ചിയോട് മാത്രല്ല, ആരോടും കൂട്ടില്ല. എല്ലാരും എന്നോട് വായിക്കാം. എനിക്ക് ആരോടും കൂട്ടില്ല. അയ്യോടാ, കുട്ടിമണി പിണങ്ങിയോ? എന്തിനാ കുട്ടിമണി സങ്കടപ്പെടുന്നത്? കൊച്ചേച്ചി അവരുടെ മനസ്സൊന്നറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ പോയി കുഞ്ഞുവാവെ ചോദിക്കാൻ. കുട്ടിമണി ഇത്തിരി പാല് കൊടുത്തെന്ന് വെച്ചെന്താ അത് ചത്തുപോകൂ? എന്റെ കുഞ്ഞുവനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്നെ. തൊട്ടിലിട്ട് ആദ്യന്നെ പാട്ട് പാടി പാടി ഉറക്കിയെന്നെ. എന്റെ കുഞ്ഞനെ ചത്തുപോയണ്ടല്ലോ. മോൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ മറ്റുള്ളവർക്ക് മോളോടുള്ള ഇഷ്ടം എന്താണെന്ന്? ആർക്കും കുട്ടിമണിയോട് ഇഷ്ടമില്ല. ദേ, ഈ കൊച്ചേച്ചിക്കൊഴികെ ആർക്കും കുട്ടിമണിയോട് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ആ വല്യച്ചിക്ക് എന്തായിരുന്നു കുഞ്ഞിനെ തന്ന? അപ്പോ അവരവരുടെ ബന്ധുക്കളുടെ കൂടെ ചേർന്ന് എന്തൊക്കെയാ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ കുടിക്കേണ്ടത് പെറ്റമ്മയുടെ പാലാണെന്ന് പോലും. കുട്ടിമണിയെ അവര് ഭയങ്കരമായിട്ട് കളിയാക്കി. കുഞ്ഞുമണി മരിച്ചതിനെ പറ്റിയും കളിയാക്കി. എനിക്ക് കുഞ്ഞുവന് വരുമല്ലോ. കുഞ്ഞുവന് വരുമ്പോ ഞാൻ പാല് കൊടുക്കും. എന്റെ കുട്ടിമണി, ചത്തുപോയ കുഞ്ഞുമണി ഇനി എന്ന് വരാനാ? എവിടുന്ന് വരാനാ? ഇനി ഭാവിയിൽ ഒരു കുഞ്ഞുമണി ഉണ്ടായ അതൊക്കെ നടന്നു, ഇല്ലെങ്കി ഇല്ല. പിന്നെ ഞാൻ എന്നെ വേണമെന്നാ കൊച്ചേച്ചി പറയുന്നേ. ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടിമണി അത് അനുസരിക്കൂ. എന്നതാ പറഞ്ഞു?
കുട്ടിമണിക്ക് വല്യേച്ചിയുടെ കുഞ്ഞിന് പാല് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. പാല് കൊടുക്കുന്നത് എനിക്കിഷ്ടമാ. തൊട്ടിലിട്ട് ആട്ടുന്നതും എനിക്കിഷ്ടമാ. ചോറ് വാരി കൊടുക്കുന്നത് എനിക്കിഷ്ടമാ. ആ അപ്പോ ഒരു കാര്യം ചെയ്താ മതി. കൊച്ചേച്ചി പറയുന്നത് ശ്രദ്ധിച്ചു കേക്കണം. ആ പറഞ്ഞു പറഞ്ഞു. ആരുമില്ലാത്തപ്പോ ഒരു ഗ്ലാസ് നിറച്ചു പാലെടുത്ത് വല്യേച്ചിയുടെ കുഞ്ഞിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് പാലോ? അത്രയും ആ കുഞ്ഞാവ് കുച്ചോ? പിന്നെ കുടിക്കാതെ, എങ്കിലല്ലേ അത് പെട്ടെന്ന് വളരത്തുള്ളൂ. വളർന്നു വലിയ മിടുക്കിയാവണ്ടേ. ആ അത് വേണം. ആ അപ്പോ കുട്ടിമണി ഒരു കാര്യം ചെയ്താ മതി. അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാലെടുത്ത് അതിൽ നിറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി നേരെ ആ കുഞ്ഞിന് കൊണ്ടുചെന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് നിറയുന്നത് വരെ. അപ്പോ ഒറ്റ ദിവസം കൊണ്ട് ആ കുഞ്ഞങ്ങ് വളരും. അങ്ങനെ ചെയ്യാല്ലേ? ആ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ആരും കാണാതെ ചെയ്താ മതി. കുട്ടിമണി ചോദിച്ചിട്ട് തരാത്തതല്ലേ അവര്. അപ്പൊ നമ്മള് അതാരും കാണാതെ ചെയ്യണം. കൊച്ചേച്ചി ഉണ്ട് കേട്ടോ കൂടെ. ഞാൻ പാലെടുത്തു തരാം. വല്യണ്ണ, ആ നീ ഇപ്പൊ എന്നാത്തിനാ കാപ്പിയും കൊണ്ടുവന്നത്? ഊണ് കഴിച്ചല്ലേ ഉള്ളൂ. ഇതേ കാപ്പിയല്ല, പായസമാ. പായസമോ? ഇവിടെ എന്തിനാ പായസം വെച്ചത്? ഇവിടെ വെച്ചതല്ല, ഈറക്കലെ നളിനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അവളുടെ മോളുടെ കൊച്ചിന്റെ പേരിടിയിലല്ലായിരുന്നോ? നമുക്കൊന്നും പോവാൻ പറ്റിയില്ല. എന്തെങ്കിലും മേടിച്ചു കൊടുക്കാതെ എങ്ങനെയാ ചെല്ലുന്നേ? കൊടുത്താ വല്ലതും പൊന്നായിട്ട് കൊടുക്കണം. ആ പിന്നെങ്ങാനും പോയി കൊച്ചിനെ കാണാം. നമ്മുടെ കുഞ്ഞിന്റെ പേരിടിയിലിന് മേടിക്കണ്ടേ വല്യണ്ണ പൊന്ന്? മേടിക്കാതെ പിന്നെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നകുലം മേടിച്ചോളൂ. നാത്തൂന് അറിഞ്ഞു കഴിഞ്ഞാ അതും പ്രശ്നമാകത്തില്ലേ? ആ അവളോട് പറഞ്ഞിട്ടല്ലോ അവൻ ഓരോന്നും ചെയ്യുന്നത്. എന്നാലും പെങ്ങള് ചുമ്മാ എപ്പോഴും ചിന്തിച്ച് ആദ്യം കയറ്റാതെ ഓരോന്നും അങ്ങ് നടന്നു പൊയ്ക്കൊള്ളൂ. ഇതിപ്പോ നമ്മുടെ കൊച്ചിന്റെ കല്യാണമൊന്നുമല്ലല്ലോ, നൂലുകെട്ടല്ലേ. ഒരു പൊന്നരഞ്ഞണം വേണം. അത് ബാലൻ മേടിക്കാതിരിക്കില്ലല്ലോ, മേടിച്ചല്ലേ പറ്റൂ. 28 കെട്ട് അപ്പം വീട്ടുകാരല്ലേ നടത്തേണ്ടത്. ബാലനിപ്പോ അതിനൊക്കെയുള്ള സാഹചര്യമാണോ? നമ്മൾ ഏതെങ്കിലും രീതി സഹായിക്കണ്ടേ വല്യണ്ണ? നമ്മളെ പൊന്നരഞ്ഞാണവും കൊണ്ട് എന്നാൽ ബാലന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അദ്ദേഹം ഒന്നുമില്ലെങ്കിലും വലിയ അഭിമാനിയല്ലയോ? അത് പിന്നെ വല്യണ്ണ. എടീ, നകുലിനോട് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു പൊന്നരഞ്ഞാണം വാങ്ങിച്ചു വന്നിരിക്കട്ടെ. അത് കൊച്ചിൻ്റെ അരയിൽ കെട്ടാൻ ബാലൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പം അത് വലിയ വഴക്കകത്തല്ലേ ഉള്ളൂ. വെറുതെ ഒരു നല്ല ചടങ്ങ് എന്തിനാ അലങ്കോലപ്പെടുത്തുന്നത്? ബാലൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ്റെ കൊച്ചല്ലേ. നമ്മളാലാവുന്നത് നമുക്കും ചെയ്യാം. ഷുഗറാ, കുറച്ച് കുടിച്ചാ മതി. പിന്നെ ഷുഗർ ദൈവം ഒരു തീയതി കുറിച്ചിട്ടുണ്ട്, അതുവരെ പോവും. എന്നാലും ശ്രദ്ധിച്ചാ ഒരുപാട് കാലം ജീവിച്ചുകൂടെ? എടീ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെളുപ്പിനെ നടക്കാൻ പോയതാ എബ്രഹാം സാറ്. വണ്ടി ഇടിച്ചാ മരിച്ചത്. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഉയിരുമിച്ചം കണ്ടേനെ. ആ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ കാര്യം. ആഹാ, നിങ്ങൾ പത്രം വായനയൊക്കെ തുടങ്ങിയോ? എന്താ ചരമ പേജിൽ എത്ര കാര്യമായിട്ട് നോക്കുന്നത്? നിങ്ങൾ ഇന്നലെ എവിടെയെങ്കിലും കിടന്ന് ചത്തോന്ന് നോക്കുവാണോ? നീ നിന്റെ പാട് നോക്ക് മതി. നിനക്ക് രാവിലെ വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമല്ലേ? ആ അല്ലെങ്കിലും നിങ്ങൾക്കിപ്പൊ ഞാൻ വലിയ ഇറിറ്റേഷൻ ആണല്ലോ. പത്രത്തിൽ നോക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ശാരദാമ്മ മർഡർ കേസിന്റെ അന്വേഷണം എന്തായി എന്നായിരിക്കും നോക്കുന്നത്. അല്ല, അന്വേഷണ പുരോഗതി വല്ലതും ഉണ്ടോ? പ്രതികളെ ഉടനെ എങ്ങാനും പിടിക്കൂ?
അന്വേഷണേ മുമ്പോട്ട് തന്നെ പോകും. അതിന്റെ വിവരം എനിക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ നിനക്കും കിട്ടുന്നുണ്ടാവുമല്ലോ അതിനെപ്പറ്റിയുള്ള വിവരങ്ങള്. അന്വേഷണം പൂർത്തീകരിക്കുകയും ചെയ്യും, പ്രതികളെ അറസ്റ്റിലാവുകയും ചെയ്യും. അന്ന് ഞാൻ പത്രവുമായി നടു റോഡിൽ പോയി നിന്ന് വായിക്കും. നാട്ടുകാർ കൂടി കേൾക്കത്തക്ക രീതിയിൽ പ്രതികളുടെ പേരുകൾ ഉച്ചത്തിൽ. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. എന്തായാലും നിങ്ങളുടെ അമ്മയെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊന്നിട്ടില്ല. സ്വന്തം കൈകൊണ്ട് കൊല്ലണമെന്നൊന്നും ഇല്ലല്ലോ. മതി, അതേപ്പറ്റി നമ്മൾ സംസാരിച്ച് കൂടുതലും മുന്നോട്ട് പോകണ്ട. എന്താണെന്നറിയോ, ഉടൻ തന്നെ ദൈവമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ പോകുന്ന കേസാണ്. അപ്പോ നമുക്കിടയിലെ അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. അത് ഒരുപാട് തവണ തർക്കിച്ച് കഴിഞ്ഞതാണല്ലോ നമ്മള്. ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് തെളിയും. അക്കാര്യത്തിലെ എന്റെ ഭാര്യയ്ക്ക് ഒരു തർക്കവും വേണ്ട. കലമോളെ, എന്താ ബാലേട്ടാ, വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷം എന്താ? നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവല്ലേ? നമ്മുടെ വീട്ടിലെ വിശേഷോ? എന്ത് വിശേഷം? ഓ, ബാലേട്ടൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണോ? വലിയ തമാശ ഒന്നും പറയണ്ട കേട്ടോ. സാരമില്ലടാ, കലമോൾക്ക് ആരെങ്കിലും കുത്തി സംസാരിച്ചില്ലെങ്കിലേ അന്ന് വലിയ വിഷമമായിരിക്കും. ഒന്നുകിൽ ഞാൻ പഠിപ്പില്ലാത്തവനും പണമില്ലാത്തവനാണെന്ന് പറയും, അതല്ലെങ്കിൽ ഞാൻ 2 കല്യാണം കഴിച്ചതാണെന്ന് പറയും, സീത നേരത്തെ കെട്ടിയതാണെന്ന് പറയും, സീത ഒളിച്ചോടിപ്പോയ കാര്യം പറയും. ഇതെല്ലാം പറയും, എന്നിട്ട് അതിൽ സന്തോഷിക്കും. കലമോളെ, ഒരു കാര്യം ഓർത്തണം, നമുക്ക് ആർക്ക് നേരം കല്ല് വലിച്ചെറിയാം. എറിയുന്നവർക്കല്ല, കൊള്ളുന്നവർക്കാണ് വേദന. ദൈവമേ, ഈ വീട്ടിലുള്ളവരെല്ലാവരും ഭയങ്കര സീരിയസാ. ഒന്നും പറയാൻ പറ്റത്തില്ലെന്നേ. ഞാനൊരു തമാശ പറഞ്ഞതാണ് എന്റെ പൊന്നു ബാലേട്ടാ. ഇനി അതിന്റെ പേരിൽ ബാലേട്ടന്റെ മുഖം വാടണ്ട. ബാലേട്ടൻ എന്ത് വിശേഷത്തെ പറ്റിയാ പറഞ്ഞു വന്നത്? കുഞ്ഞിന്റെ പേരിടിൽ ചടങ്ങിനുള്ള സമയം കുറിച്ചു. ഞായറാഴ്ചയാ. നിങ്ങൾ 2 പേരും ഇവിടെ കാണണം. കലമോളുടെ അമ്മയെ ഞാൻ ചെന്ന് ക്ഷണിക്കണോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല ബാലേട്ട. ക്ഷണിച്ചാലും ഭാരത്തൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി വിളിക്കണ്ട ബാലേട്ടാ. എന്റെ അമ്മയ്ക്ക് അങ്ങനെ വലിഞ്ഞു കയറി വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി അത് നിങ്ങൾക്കിടയിലൊരു വഴക്കാവണ്ട, ഞാൻ പോയി വിളിക്കാം. വേണ്ടെന്നേ, ഞാൻ വിളിക്കുമ്പോ കാര്യം പറഞ്ഞേക്കാം. അതിനു വേണ്ടി ബാലേട്ട മെനക്കെട്ട് പോണ്ട. നിങ്ങൾ 2 പേരും ഇവിടെ കാണണം. ഞങ്ങള് കാണും. ബാലേട്ടൻ ഇതിനെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ തന്നെയുള്ള ആളല്ലേ. പിന്നെ കുഞ്ഞിന്റെ കൊച്ചച്ഛനല്ലേ ഞാൻ. ഓ, കൊച്ചച്ഛൻ, അങ്ങനൊരു സ്ഥാനം ഉണ്ടല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രവിയേട്ടാ. നിങ്ങൾ പേരിടലിനെ സംബന്ധിച്ചോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യില് കാശുണ്ടെങ്കിൽ മേടിച്ചു കൊടുത്താൽ മതി. അല്ലാതെ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടരുത്. നിന്റെ മുമ്പിൽ ആരിപ്പോ കൈ നീട്ടുന്നു? നിന്നോട് ചോദിച്ചെങ്കിൽ മാത്രം നീ അങ്ങനെ സംസാരിച്ചാ മതി, കേട്ടല്ലോ. പാവം ബാലേട്ടൻ, സ്വന്തം കുഞ്ഞെന്ന് കരുതി മനസ്സജന്റെ കുഞ്ഞിന് അരഞ്ഞാണം കെട്ടാൻ പോകുന്നു. മനസ്സജനോ സ്വന്തം കുഞ്ഞിന് വേറൊരുത്തൻ അരഞ്ഞാണം കെട്ടുന്നത് കാണാൻ പോകുന്നു. ഇതാണ് മതികലയുടെ കളി. വല്യേട്ടാ, വല്യേച്ചി. എന്താ കുട്ടിമണി? എന്താ മനസ്സിജ? ഒന്നുമില്ല ബാലേട്ടാ, കുട്ടിമണിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നോടോ? അതെ, ചോദിക്കൂ കുട്ടിമണി, എന്താ? അതെ, ഇവിടെ കുഞ്ഞാച്ച പേരിടാൻ പോവല്ലേ, പുത്തൻ പേര്. അതെ, അത് എല്ലാരോടും പറഞ്ഞെന്ന് മനുഷ്യൻ പറഞ്ഞു. എന്നെ മനുഷ്യനെ വിളിച്ചെന്നില്ലേ? അത് കുട്ടിമണി, ഞങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലേ ബാലേട്ട? ഞാൻ ബാലേട്ടനോട് ചോദിക്കാൻ വന്നത് അതൊന്നുമല്ല. അല്ല, അന്നത്തെ ദിവസം ഞങ്ങളിവിടെ കാണണോ, ഞാൻ കുട്ടിമണിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണോന്നറിയാനാ. അല്ല, എവിടെ പോവാൻ? അങ്ങനെ പോകാനുണ്ടോ? അല്ല, പോകാനുണ്ടെങ്കിൽ പോയിട്ട് ചടങ്ങ് കഴിയുമ്പോ ഇങ്ങനെ വന്നാ മതിയല്ലോ, അല്ലേ ബാലേട്ടാ? മൊത്തത്തിൽ അധികപ്പറ്റായി എല്ലാവർക്കും, അല്ലേ സീതെടുത്തി? ഇനി കുഞ്ഞിന്റെ പേരുടെ ചടങ്ങ് കുട്ടിമണി പ്രശ്നമാക്കുമെന്ന് കരുതിയിട്ടാണോ? ഞാൻ ഒരു പ്രശ്നവും ആക്കത്തില്ല. മനുഷ്യൻ പറഞ്ഞു കുഞ്ഞാവച്ച് സ്വർണം കൊണ്ട് അരിഞ്ഞാനം കെട്ടും,
കയ്യെ വളയിടും, കാലയിൽ തലയിടും, പിന്നെ കമ്മലൊക്കെ ഇടുവോ? കമ്മലൊന്നും ഇപ്പൊ ഇടത്തില്ല കുട്ടിമണി, പിന്നെ ഇടത്തുള്ളൂ. എനിക്കിതൊക്കെ കാണണം. എന്റെ കയ്യിലും കൂടെ കുഞ്ഞാവൻ തരുമോ? എന്നെ കൂടി ഇരുത്തുവോ അവിടെ? വല്യേട്ടൻ മറന്നതല്ല മോളെ നിന്നെ, മനഃപൂർവ്വം പറയാതെ വിട്ടതുമല്ല, പറ്റിപ്പോയി. ബാലേട്ടൻ എല്ലായിടത്തും പോയി, എല്ലാരെയും ക്ഷണിച്ചു. ഈ വീട്ടിലുള്ള ഒരാളല്ലേ കുട്ടിമണി, എന്നെ വിട്ടേക്ക്. സ്വന്തം കുഞ്ഞു മരിച്ചുപോയ വിഷമത്തിൽ നിൽക്കുന്ന ഒരാളല്ലേ. പണ്ടുള്ളവർ പറയാറുണ്ട്, വിധവകൾ ചടങ്ങിന് അപശകുനമാണെന്ന്. കുഞ്ഞു മരിച്ച ഒരു പെണ്ണും ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് അപശകുനമാണെന്ന് കരുതിയാണ് കുട്ടിമണി ഒഴിവാക്കിയതെങ്കിൽ ആരുടെയും തുറച്ച നോട്ടത്തിനും കുത്തുവാക്കുകൾ കേൾക്കാനായിട്ടും അവളെ ഞാൻ നിർത്തത്തില്ല. ഞങ്ങളന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ബാവുട്ടു, അല്ല മനുഷ്യ, പായസമൊക്കെ വരാനല്ലേ കുട്ടി പറഞ്ഞത്? ചോദിക്കാനുള്ളത് വലിയേട്ടനോട് ചോദിച്ചു കഴിഞ്ഞില്ലേ, ഇനി നിൽക്കണ്ട, വാ. മനുഷ്യ, എന്തായാലും കുട്ടിമണിയോട് പറയാതിരുന്നത് മോശമായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവൾ വന്നങ്ങനെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോഴേ ഒരുപാട് നൊന്നിട്ടുണ്ട് അവൾക്ക്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അല്ല, അതല്ലേ മനസ്സിജൻ പറഞ്ഞത്? അല്ലെങ്കിൽ മനസ്സിജൻ ഇങ്ങനെ നമ്മളോട് പറയില്ലല്ലോ. മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ ബാലേട്ട. കുഞ്ഞ് മരിച്ചിരിക്കുന്ന കുട്ടിമണിയുടെ അടുത്ത് എന്നിട്ട് നമ്മുടെ കുഞ്ഞിന്റെ പീരീഡിയിലാണ് മോളെ, ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാണെന്നൊക്കെ പറയുന്നത്, അത് ശരിയാണോ ബാലേട്ട? അങ്ങനെ ആലോചിച്ചാൽ അത് ശരിയാ. ഓരോരുത്തരുടെ കണ്ണിക്കട നോക്കുമ്പം ഓരോന്നാണല്ലോ സീത ശരി. നമ്മുടെ ശരികൾ മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല. മനസ്സിജനും കുട്ടിമണിയൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതൊക്കെ അവർ സങ്കടത്തിലിരിക്കുമ്പോൾ നമ്മൾ ചെല്ലുകയും ആശ്വസിപ്പിക്കുകയും നമ്മുടെ സന്തോഷത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നതൊക്കെയാ. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രീതി ഞാൻ അവളോട് വിവരം പറഞ്ഞേനെ. നീ ക്ഷണിക്കണ്ട, അക്കാര്യത്തിൽ നീ പറഞ്ഞത് ശരിയാ. ഒരു കുഞ്ഞിനെ ദൈവം നിനക്ക് തന്നു, കുട്ടിമണിയുടെ കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തു. അപ്പോ നീ ചെന്ന് വിളിച്ച കുട്ടിമണിക്ക് അത് കൂടുതൽ വിഷമാവത്തേ ഉള്ളൂ. സാരമില്ല. എന്തായാലും ദൈവത്തിന് ബാലേട്ടന്റെ മനസ്സ് മനസ്സിലാവും, മറ്റുള്ളവർക്കും മനസ്സിലാവും ചിന്തിച്ചു നോക്കുമ്പോ. ആ, ഇനിയിപ്പോ അധികം ദിവസം ഇല്ലല്ലോ. കുഞ്ഞിന് വേണ്ട അരഞ്ഞാണോ ആഭരണമോ ഒക്കെ മേടിക്കണ്ടേ? പൊന്നരഞ്ഞാണെന്നൊക്കെ പറഞ്ഞ സ്വർണത്തിനിക്കിപ്പോ ഭയങ്കര വിലയല്ലേ? പൊന്നരഞ്ഞാണം കെട്ടണ്ടേ ബാലേട്ടാ? നമ്മുടെ ആദ്യത്തെ കുഞ്ഞല്ലേ. അതിന്റെ അരെ കറുത്ത ചരടും വെള്ളി അരഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞ അത് പറഞ്ഞ് ചിരിക്കാനും പരിഹസിക്കാനും ഒരുപാട് പേര് കാണും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പാങ്ങ ഒപ്പിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ? എന്തായാലും പൊന്നരഞ്ഞാണം വേണം ബാലേട്ടാ. ആ, എന്റെ ഈ മാല എടുക്കാം, കൊണ്ടുപോയി മാറാം. ഭാര്യയുടെ കഴുത്തിലെ മാല ഒരുക്കൊണ്ടുപോയി വിറ്റ് കുഞ്ഞിന് അരഞ്ഞാണം മേടിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കാൻ നിന്റെ വീട്ടുകാർക്കൊരു കാരണം കൂടി ആയല്ലോ അല്ലേ? ഇതാ ബാലേട്ടന്റെ കുഴപ്പം. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞിന് നമ്മൾ അരഞ്ഞാണം മേടിക്കുന്നു. എന്റെ സ്വർണം എന്ന് പറഞ്ഞാ ബാലേട്ടന്റെ സ്വർണ്ണമല്ലേ? സിതേ, അങ്ങനെയുള്ള തത്വങ്ങളൊക്കെ പറയാനേ പറ്റൂ. നിന്റെ സ്വർണ്ണം എന്റേതാണ്, എന്റേതെല്ലാം നിന്റേതാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം. പക്ഷേങ്കില് നിന്റെ ഈ മാല എടുത്തിട്ട് ഞാൻ അരഞ്ഞാണം മേടിച്ച നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മാമ്മയും അമ്മയൊക്കെ വരുമ്പോഴേ അന്വേഷിക്കുന്നത് സീതേ നിന്റെ കഴുത്തിൽ കിടന്ന മാല എന്തേടിയെന്നായിരിക്കും. ആ ചോദ്യത്തിൽ തന്നെ ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരും. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ബാലനൊരു അരഞ്ഞാണം മേടിക്കാൻ പോലും നിവൃത്തിയില്ലെന്ന് നിന്റെ അമ്മാമ്മ ചോദിക്കും. അതൊന്നും വേണ്ട. എന്റെ പോക്കറ്റിലെ കാശിന് എന്റെ മോക്കൊരു വെള്ളിയരഞ്ഞാണം കെട്ടാനുള്ള യോഗമേ ഉള്ളെങ്കിൽ അത് മതി. അതല്ല, ഒരു കറുത്ത ചരട് കെട്ടാനുള്ള കഴിവ് എനിക്കുള്ളെങ്കിൽ അത് മതി. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കാം. ഇപ്പം ആദ്യം ആ കടമൊന്ന് വീട്ടണം, ഇന്ദുവിന്റെ കടം. അതിനെന്താ വഴി നോർത്ത് ഞാൻ എരിപിരി കൊണ്ട് നിൽക്കുക. കുറച്ച് പൈസ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട്. നിനക്ക് വട്ടുണ്ടോ സീതേ? ഞാൻ കടം മേടിച്ച കാശ് എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിക്കുമ്പോൾ പിന്നെയും കടം മേടിക്കാനോ? പേരിടിൽ ആഘോഷമാക്കാനായിട്ട്
ഉള്ളതുപോലെ ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്താം, അത് മതി. ദരിദ്രനും കടക്കാരനായിട്ടുള്ള ബാലന്റെ മോളായിട്ടല്ല അവള് ജനിച്ചത്. അപ്പോ അവൾക്ക് അത്ര യോഗമുള്ളെന്ന് കരുതാം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ബാലേട്ട, എന്താ സിജ? ഒരു കാര്യം പറയാനുണ്ട് ബാലേട്ട, ഒന്ന് വരാമോ? എന്താ സിജ? അല്ല, ഞാൻ മുമ്പങ്ങനെ പറഞ്ഞതിൽ വിഷമമൊന്നുമില്ലല്ലോ. കുട്ടിമണിയുടെ സങ്കടം കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോയതാ. അതുകൊണ്ട് സാരമില്ല സിജ. സിജൻ പറഞ്ഞതൊക്കെ സത്യം. പിന്നെ സീത പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞു മരിച്ചിരിക്കുന്ന കുട്ടിമണിയെ പോയി ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിടലിന് വിളിക്കുമ്പോൾ അവക്കത് സങ്കടമായാലോ എന്ന് കരുതിയിട്ടാ. ആ, അങ്ങനൊരു പ്രശ്നമുണ്ട്. ശരിയാ. അല്ല, അത് വിട്ടേക്ക് ബാലേട്ട. ഞാനിപ്പോൾ അതിനു വേണ്ടിയൊന്നുമല്ല വന്നത്. അന്ന് ചിലപ്പോൾ ഞാനും കുട്ടിമണിയും കൂടി പുറത്തോട്ട് പോകും, ഇവിടെ കാണത്തില്ല. അങ്ങനെ ചെയ്യല്ലേ സിജ. കുട്ടിമണി ഇവിടെ കാണണം. അല്ലെങ്കിൽ ആളുകള് അത് വേറെ കാര്യമായിട്ട് പറയും. എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ എനിക്കാ. ഇപ്പൊ തന്നെ ബാലേട്ടൻ കുട്ടിമണിയെ തല്ലിയതിന്റെ പേരിൽ കുറ്റം കേൾക്കുന്നത് ഞാനാ. അല്ല സീതയെടുത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ടാവത്തില്ല. ഇത് ബാലേട്ടൻ വെച്ചോ. എന്താ സിജ ഇത്? ബാലേട്ട, ഞാൻ ഇത്തിരി കാശ് മിച്ചം പിടിച്ച് വച്ചിരുന്നതാ. ഒരുപാട് ദാരിദ്ര്യം വന്നിട്ടും ഒരു ചായ കുടിക്കാൻ ഞാൻ ഇതിൽ നിന്ന് ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ഇതെന്തിനാ ഞാൻ കൂട്ടിവെച്ചതെന്ന് ബാലേട്ടൻ അറിയോ? ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് ഒരു പൊന്നരഞ്ഞാണം മേടിക്കാൻ കരുതിയതാ. പക്ഷെ പൊന്നരഞ്ഞാണം കെട്ടാനും പേര് വിളിക്കുന്നത് കേൾക്കാനും നിൽക്കാതെ ഞങ്ങളുടെ കുഞ്ഞുമണി അങ്ങ് പോയില്ലേ. ഇനിയിപ്പോ എന്തിനാ ബാലേട്ട? ഇത് മറ്റൊരാവശ്യത്തിന് എടുക്കാനും തോന്നുന്നില്ല. ഇതുകൊണ്ടൊരു പൊന്നരഞ്ഞാണം ബാലേട്ടൻ വാങ്ങണം, നിങ്ങളുടെ കുഞ്ഞിന് കെട്ടാനായിട്ട്. അയ്യോ സിജ, അത് വേണ്ട സിജ. ഞങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സീതയെടുത്ത് ഈ കാര്യത്തിൽ മറ്റൊന്നും ചിന്തിക്കരുത്. എന്റെ പൈസയ്ക്ക് മേടിക്കുന്നതാണെന്നും കരുതരുത്. ഇതെന്റെ കുഞ്ഞുമണിക്ക് വേണ്ടി കരുതി വെച്ചതാ. അതിപ്പോ ഞാൻ മറ്റൊരു കുഞ്ഞിന് വേണ്ടി തരുന്നു. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമാവും. പിടിക്കു ബാലേട്ട. എനിക്ക് ഉറപ്പാ ബാലേട്ട, ഇത് കാണുമ്പോ ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് സന്തോഷമാവും. ഉറപ്പായിട്ട് സന്തോഷമാവും. അവൾക്ക് വേണ്ടി കരുതി വെച്ചത് അവളെപ്പോലൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ കൊടുക്കുന്നത്. സന്തോഷമാവും. ആ ബാലനോ, നീ ഈ വഴിയൊക്കെ അറിയോടാ? അതെന്താ അപ്പച്ചേമ അങ്ങനെ ഒരു ഓ, പറച്ചില്? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളു. പ്രായം ഏറുന്നതനുസരിച്ച് പരിഭവവും കൂടുവന്നല്ലേ. വയലോരം വീട്ടിലായിരുന്നപ്പോ നിങ്ങളെയൊക്കെ എന്നും കാണാമായിരുന്നു. കാണാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ഓരോരുത്തരോടുള്ള ഇഷ്ടത്തിന്റെ വലിപ്പം മനസ്സിലാകുന്നത്. അപ്പച്ചേപ്പനെന്തേ? അയ്യോ, അത് വീട്ടിൽ അടങ്ങിയിരിക്കുവോ? അങ്ങേരൊക്കെ എവിടെ ആയാലും ഒരുപോലെ അല്ലയോ. ഇവിടെ വന്നിട്ട് ചുറ്റുവട്ടത്തൊക്കെ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ മുറ്റത്ത് കാണും ആത്തറ കമ്മിറ്റി. അപ്പോ അപ്പച്ചേപ്പൻ രാവിലെ തന്നെ സ്ഥലം കാലിയാക്കിയല്ലേ? മൈലമ്മേന്തേ? മൈലോച്ചുണ്ട്. ഞാൻ കുഞ്ഞിന്റെ പേരിടൽ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അതിനു വേണ്ടി നീ ഓടിപ്പടച്ച് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അന്ന് വീട്ടിൽ വന്നപ്പോ പറഞ്ഞതല്ലേ. വന്നത് കൊണ്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റി. വാ, അകത്തോട്ട് വാ. നീ ഇരിക്കടാ. നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? കാപ്പി എടുക്കട്ടെ? വേണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാ മതി. അതെ, മൈലമ്മയെ കൂടി വിളിക്കുക, കാര്യം പറഞ്ഞിട്ട് പോകാം. അല്ല, എല്ലായിടത്തും വിളിക്കുന്നുണ്ടാടാ. ഓ, ആരെ വിളിക്കാൻ? സീതയുടെ വീട്ടുകാരും ബന്ധുക്കളും കാണും, പിന്നെ ഞങ്ങളും. വലിയ ചടങ്ങായിട്ടൊന്നും നടത്തണ്ട. ഒരു പൊടിക്കുഞ്ഞിന്റെ മരണം നടന്ന വീടല്ലേ, അവിടെ വേറൊരു കുഞ്ഞിന്റെ ആഘോഷം നടക്കുന്നെന്ന് വെച്ചാല്. ആഹാ, ബാലണ്ണനോ? ഞാൻ ആലോചിക്കായിരുന്നു അമ്മ ഇത് ആരോടെ സംസാരിക്കുന്നതെന്ന്. തന്നെത്താൻ സംസാരിക്കാൻ എന്താ വെച്ചാ എനിക്ക് വട്ടുണ്ടോ? എന്റെ അമ്മ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ.
ബാലണ്ണൻ ഇങ്ങോട്ടേക്ക് വന്നതാണോ അതോ? ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാ. അവൻ കൊച്ചിന്റെ പേരിടലിന് ക്ഷണിക്കാൻ വന്നതാ. അപ്പടിയാ? ഞാൻ പറയുകയായിരുന്നു, ഒരു കുഞ്ഞു മരിച്ചുപോയ വീടാണ്, അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. പേരിടൽ നടത്താതിരിക്കാൻ പറ്റുമോ അമ്മ? ചടങ്ങുകളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ കൊച്ചേ. ആ അരിഞ്ഞാണം വളയൊക്കെ മേടിച്ചോടാ? ഇല്ല, മേടിക്കണം. പൈസക്കായോ? ആ, മനസ്സിജൻ കുറച്ച് പൈസ ഒന്ന് സഹായിച്ചു. കണ്ണീര് വീണ കാശ. കുഞ്ഞുമണിക്ക് വേണ്ടി അരിഞ്ഞാണം വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇത്തിരി കാപ്പി എടുത്തോണ്ട് വരാം. അണ്ണനിത് എങ്ങോട്ടാ? ഇരിക്ക്. വെറുതെ പുറത്തേക്ക് നിൽക്കാം. മൈലമ്മ വാ. മനസ്സിന് പുതിയ കാർ മേടിച്ചു കൊടുത്തു അല്ലേ? അയ്യോ, അതത്ര വിലയുള്ള വണ്ടിയൊന്നും അല്ല. മനുഷ്യൻ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ സങ്കടം കൂടുന്നത്. അങ്ങനെ വെറുതെ ഇരുന്ന തുരുമ്പ് പിടിക്കണ്ടെന്ന് കരുതി ഒരു കാറ് മേടിച്ചു കൊടുത്തു. ആ കാറും തുരുമ്പ് പിടിച്ച് കിടക്കായിരുന്നു. അതുകൊണ്ട് ചുളിവ് വിലക്ക് കിട്ടി. അതിന്റെ പേപ്പറുകളൊക്കെ ശരിയാക്കാനുണ്ട്. മനസ്സുജനൻ അതിന്റെ പുറകെയാ. നല്ല കാര്യം. എന്റെ ബുദ്ധിയില്ലാത്ത പെങ്ങൾക്കൊരു ജീവിതം കൊടുത്ത ആളാ മനസ്സുജൻ. ഒന്നും തിരിച്ചു കൊടുക്കാൻ എനിക്കും രവിക്കും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ആരെ സഹായിക്കാൻ പറ്റും? എപ്പ സഹായിക്കാൻ പറ്റും? അതൊക്കെ മാറും. വയലോരം വീട്ടില് പണ്ടത്തെ പോലെ സന്തോഷത്തിന്റെ ഒരു ദിവസം വരും. കുട്ടിമണിയുടെ കണ്ണീരും പ്രാർത്ഥനയും അച്ഛന്റെ അമ്മയുടെ ആത്മാവിന്റെ അനുഗ്രഹവും ഒക്കെ വെറുതെ ആവോ? ഇല്ല, ഒരിക്കലും ആവില്ല. ദൈവങ്ങൾക്ക് മുന്നിൽ ആത്മാക്കളുടെ പ്രാർത്ഥന അത് തീർച്ചയായും ദൈവം കേൾക്കും. ആ അച്ഛനെ കാണാൻ എനിക്കായില്ലെങ്കിലും അമ്മയുടെ സ്നേഹം ഞാൻ ഒരുപാട് അനുഭവിച്ചതല്ലേ. ബാലണ്ണനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിച്ച് പറയുവാ. എന്താ മോളെ? ആരൊക്കെ കുട്ടിമണിയെ മനസ്സിലാക്കിയില്ലെങ്കിലും ബാലണ്ണൻ മനസ്സിലാക്കണം. ഇപ്പോ ബാലണ്ണൻ പറഞ്ഞില്ലേ, ബുദ്ധിയില്ലാത്ത പെങ്ങൾക്കൊരു ജീവിതം കൊടുത്ത മനസ്സുജണ്ണനെ പറ്റി. മനസ്സുജണ്ണനെ കാണാൻ പറ്റുന്ന അത്രയും കുട്ടിമണിയുടെ മനസ്സ് കാണാൻ നിങ്ങളെ 2 ആങ്ങളമാർക്ക് കഴിയാതെ പോയതെന്താ? ഇപ്പോഴും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? അതെന്താ മോളങ്ങനെ പറഞ്ഞത്? കുട്ടിമണിയുടെ മനസ്സ് ഞാൻ കാണുന്നില്ലെന്ന്. ബാലണ്ണനൊന്ന് ആലോചിച്ചു നോക്കിയേ. കുട്ടിമണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു കുഞ്ഞിന്റെ മരണം. ആ വീഴ്ചയിൽ നിന്ന് ചെറിയ രീതിയിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുക കുട്ടിമണി. അതിന് മനസ്സുജണ്ണനല്ലാതെ ആരുണ്ട് കുട്ടിമണിക്ക് ധൈര്യം കൊടുക്കാൻ, അവളെ ആ വിഷമത്തിൽ നിന്ന് പിടിച്ച് കരകയറ്റാൻ? മോളെ, ഞാൻ എന്ത് പറഞ്ഞ അവളെ ആശ്വസിപ്പിക്കും? എന്ത് പറഞ്ഞ അവളുടെ മനസ്സിന്റെ വിഷമം ഞാൻ മാറ്റും? പിന്നെ എന്റെ അവസ്ഥ... ബാലണ്ണ, നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ ഓരോ സങ്കടങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറിയിട്ട് നമുക്ക് ആരെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ബാലണ്ണ, കുട്ടിമണി കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നൊന്നും. ഒരിക്കലും കുട്ടിമണി അങ്ങനെ ചെയ്യില്ല. പിന്നെ ചിന്തിച്ചപ്പോ എനിക്കും തോന്നി. പക്ഷേ സീതയൊക്കെ അങ്ങനെ തർപ്പിച്ച് പറയുമ്പോ... സീതക്ക ഒരു അമ്മയല്ലേ, അപ്പം സീതക്കാക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. ബാലണ്ണൻ സീതക്കയുടെ ഭർത്താവ് മാത്രമല്ലല്ലോ, കുട്ടിമണിയുടെ ചേട്ടൻ കൂടെയല്ലേ, അച്ഛന്റെ സ്ഥാനമല്ലേ. അപ്പോ ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്ന് ബാലണ്ണൻ ഒന്ന് തിരക്കണം, കാര്യം മനസ്സിലാക്കണം. കുഞ്ഞ് ജനിച്ച ശേഷം സീതയ്ക്കും ചില മാറ്റങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, കുട്ടിമണിയോടുള്ള പെരുമാറ്റത്തിൽ. ഏയ്, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അക്ക നല്ല ആളാ. അങ്ങനെ മാറാനൊന്നും സീതക്കാക്ക് കഴിയില്ല. പിന്നെ കുഞ്ഞിനോടൊരു സ്വാർത്ഥത ഉണ്ടാവും, അത് സ്വാഭാവികല്ലേ. ഏതൊരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനോട് തോന്നുന്ന ഒരു ആത്മാർത്ഥത. പിന്നെ കുട്ടിമണി കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന പേടി. അതിലുപരി മതികലാക്ക അവിടെ ഉണ്ടല്ലോ, പറഞ്ഞു സീതക്കാവെ പേടിപ്പെടുത്താൻ. അവിടെ ആകെ സൂക്ഷിക്കേണ്ടത് മതികളാക്കാവൻ മാത്രം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? എനിക്കവരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. മറ്റുള്ളവരോട് പ്രതികാരം വീട്ടുക എന്നൊരു മാനസിക രോഗമാണ് മതികളാക്കാവുക്ക്. മറ്റുള്ളവരോട് പകരം വീട്ടാൻ മാത്രമുള്ളൊരു ജീവിതമാണ്. അതൊരു മാനസിക രോഗമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. മതികളാക്ക എല്ലാവരുടെയും മുന്നിൽ നിന്ന് കരയുന്നു. ഇപ്പോഴത്തെ കൂട്ടൊരു അലങ്കാരങ്ങളും ആഡംബരങ്ങളും ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരിയായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്ന് കൈകൂപ്പി കരയുന്നതായിട്ടൊരു സ്വപ്നം. അങ്ങനെ ഒരു കാലം ഉടനെ വരും മതികളാക്കാക്ക്. അമ്മയുടെ കേസിന്റെ അന്വേഷണം നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് രവി പറഞ്ഞു. മോളതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു. അമ്മയുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന്
ഉടനെ പുറത്തു വരും. അതിനി അധികം താമസമില്ല.